ഗ്രീൻലാൻഡ് വീണ്ടും ലോകരാഷ്ട്രീയത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതിനുള്ള താൽപ്പര്യം വീണ്ടും സജീവമാക്കുകയും അതിൻ്റെ പേരിൽ ഡെൻമാർക്കിനും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തതോടെ ഈ മഞ്ഞുദ്വീപ് ആഗോള ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. അമേരിക്കയുടെ ഈ കടുത്ത നിലപാടിന് പിന്നിൽ കേവലം രാഷ്ട്രീയമല്ല, മറിച്ച് ഗ്രീൻലാൻഡിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും അവിടെ ഒളിഞ്ഞിരിക്കുന്ന അതിഭീമമായ വിഭവങ്ങളുമാണ്. വൻ ശക്തികൾ തമ്മിലുള്ള ഈ വടംവലികൾക്കിടയിലും ഗ്രീൻലാൻഡ് ഒരു വലിയ നിഗൂഢതയായി നിലനിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഈ ദ്വീപിനുള്ളിൽ മഞ്ഞിൻ്റെയും നിഗൂഢതകളുടെയും ഒരു സാമ്രാജ്യം തന്നെയുണ്ട്. ഗ്രീൻലാൻഡ്, സമൃദ്ധമായ പച്ചപ്പിൻ്റെ ചിത്രങ്ങൾ ഉണർത്തുന്ന ഒരു പേര്. വാസ്തവത്തിൽ 3 കിലോമീറ്റർ വരെ കനമുള്ള ഒരു മഞ്ഞുപാളിയാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. ഈ മഞ്ഞുപാളിക്ക് താഴെ ഒരു സഹസ്രാബ്ദമായി ഒരു ലോകം മുഴുവൻ ഒളിഞ്ഞിരിക്കുന്നു. ഗ്രീൻലാൻഡിലെ മഞ്ഞിനടിയിൽ എന്തെല്ലാം രഹസ്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഇന്ന് മഞ്ഞിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ട ഭൂപ്രകൃതികളും നഷ്ടപ്പെട്ടു പോയ ചരിത്രവും പറയാത്ത രഹസ്യങ്ങളുമെല്ലാം വെളിപ്പെടുത്തുന്നതിനു വേണ്ടി നമ്മൾ ഒരു യാത്ര നടത്തുകയാണ്. ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ മാത്രം ഒന്നിച്ചു ചേർക്കാൻ തുടങ്ങുന്ന ഒരു ചിത്രം ക്രമേണ രൂപപ്പെടുത്തിയെടുക്കുന്നു. ഇവിടെ ശരിക്കും കൂറ്റൻ മലയിടുക്കുകളും അറിയപ്പെടാത്ത ജീവവർഗങ്ങളും ഒളിഞ്ഞിരിക്കുന്ന വിഭവശേഖരങ്ങളും എല്ലാം ഉണ്ടാകുമോ? ഇതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. തുടക്കത്തിൽ പറഞ്ഞാൽ ഗ്രീൻലാൻഡിൻ്റെ വലിപ്പം മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ഈ ദ്വീപ് 1.34 ദശലക്ഷം ചതുരശ്ര മൈൽ വ്യാപിച്ചു കിടക്കുന്നു. ഇത് പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ വലിപ്പത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ ടെക്സസിൻ്റെ വലിപ്പത്തിൻ്റെ 3 ഇരട്ടിയോളം വരും. ഗ്രീൻലാൻഡ് ഒരു പരമാധികാര രാഷ്ട്രമായിരുന്നുവെങ്കിൽ ഭൂപ്രകൃതിയിൽ ഇത് ഭൂമിയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായി മാറുമായിരുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ വലിയ വലിപ്പമുണ്ടായിട്ടും ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണിത്. വെറും 56,000 ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ. മിക്കവാറും എല്ലാ ഗ്രീൻലാൻഡ് നിവാസികളും ദ്വീപിൻ്റെ മഞ്ഞില്ലാത്ത തീരപ്രദേശങ്ങളിൽ ചുറ്റിപ്പറ്റി കഴിയുന്ന ചെറിയ ഗ്രാമങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ കാരണം വ്യക്തമാകും. ഗ്രീൻലാൻഡിൻ്റെ 80% ഭൂപ്രദേശവും ഒരു മഞ്ഞുപാളിയാൽ മൂടപ്പെട്ട് കിടക്കുന്നു. മനുഷ്യർക്കും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും തഴച്ചു വളരുവാൻ കഴിയുന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ തീരപ്രദേശത്തിൻ്റെയും ഫ്യോർഡുകളുടെയും ഒരു ഇടുങ്ങിയ പ്രദേശം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഭൂമിശാസ്ത്രം ഇവിടെ ജീവിതം നിലനിൽക്കണം എന്ന് നിർണയിച്ചിരിക്കുന്നു. ഗ്രീൻലാൻഡിൻ്റെ ഹൃദയം ഉയർന്ന ഉയരത്തിലുള്ള ഒരു മഞ്ഞു മരുഭൂമിയാണ്. ഇവിടെ മഞ്ഞു കുമിഞ്ഞുകൂടുകയും ഒരിക്കലും പൂർണ്ണമായും ഉരുകാതിരിക്കുകയും ചെയ്യുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി മഞ്ഞായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന് വിപരീതമായി തീരപ്രദേശങ്ങളിൽ കുത്തനെയുള്ള മലകളും ഹിമവാനികൾ കൊത്തിയെടുത്ത ആഴത്തിലുള്ള ഫ്യോർഡുകളും വേനൽക്കാലത്ത് ഇടയ്ക്കിടെ പച്ചപ്പുള്ള താഴ്വരകളും കാണാം. തലസ്ഥാനമായ ന്യൂക്ക് ഉൾപ്പെടെയുള്ള മിക്ക നഗരങ്ങളും തെക്കു പടിഞ്ഞാറൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മിതമായ കാലാവസ്ഥയും മഞ്ഞില്ലാത്ത കടലും മത്സ്യബന്ധനത്തിനും യാത്രയ്ക്കും അനുവദിക്കുന്നു. ഒറ്റപ്പെട്ട ഈ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളില്ല. ഗ്രീൻലാൻഡിലെ മഞ്ഞ് അത്രമാത്രം വിശാലവും കടന്നുപോകുവാൻ കഴിയാത്തതുമാണ്. ദ്വീപ് മുറിച്ചു കടക്കുക എന്നതിനർത്ഥം അനന്തമായ വെള്ളപ്പരപ്പിലൂടെ വിമാനത്തിൽ പറക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഐസ്ബർഗ് തീരങ്ങളിലൂടെ കപ്പൽ യാത്ര ചെയ്യുകയോ ആണ് ചെയ്യേണ്ടത്. മഞ്ഞുമൂടിയ പുറംഭാഗം ഉണ്ടായിട്ടും ദ്വീപിൻ്റെ പേര് 1000 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറ്റക്കാരെ ആകർഷിക്കുവാൻ ഗ്രീൻലാൻഡ് എന്ന് പേരിട്ട വൈക്കിംഗ് പരിവേഷകനായ എറിക് ദ റെഡിലേക്ക് പോകുന്നു. എന്നിരുന്നാലും നമ്മൾ കാണാനിരിക്കുന്നത് പോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പേരിൽ ചില സത്യങ്ങളുണ്ട്. ഗ്രീൻലാൻഡ് എല്ലായ്പ്പോഴും മരവിച്ചിരുന്നില്ല. ദ്വീപിൻ്റെ കൂറ്റൻ വലിപ്പവും അതിൻ്റെ മഞ്ഞുപാളിയും താഴെ കാത്തിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഭൂപ്രകൃതിക്കും ചരിത്രത്തിനും കളമൊരുക്കുന്നു. എന്നിരുന്നാലും ഗ്രീൻലാൻഡ് എല്ലായ്പ്പോഴും ഒരു മഞ്ഞ് കടലിനടിയിൽ ഒളിഞ്ഞു മൂടപ്പെട്ടിരുന്നില്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൂടുള്ള കാലഘട്ടത്തിൽ ദ്വീപിൻ്റെ ഭൂരിഭാഗവും മഞ്ഞിൽ നിന്നും മുക്തമായിരുന്നു. കൂടാതെ സമൃദ്ധമായി സസ്യമൃഗ ജീവനുകളുടെ വീടായിരുന്നു. സെനോസോയിഡ് കാലഘട്ടത്തിൻ്റെ അവസാന സമയത്ത് ഭൂമിയുടെ കാലാവസ്ഥ തണുക്കാൻ തുടങ്ങിയപ്പോൾ ഗ്രീൻലാൻഡിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിൽ ഹിമവാനികൾ വ്യാപിക്കാൻ തുടങ്ങി. നമ്മൾ ഇന്നറിയുന്ന വലിയ ഗ്രീൻലാൻഡ് മഞ്ഞുപാളി രൂപപ്പെടാൻ തുടങ്ങിയത് ഏകദേശം 2.5 മുതൽ 3 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഐസേജ് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലാണ്. ഒന്നിലധികം ഗ്ലേഷ്യൽ സൈക്കിളുകളിലുടനീളം മഞ്ഞുപാളി വികസിക്കുകയും പ്രത്യേകിച്ച് ചൂടുള്ള കാലഘട്ടത്തിൽ ചുരുങ്ങുകയും ചെയ്തു. ഇത് ഭാഗികമായി ഉരുകി. ഓരോ ശൈത്യകാലത്തും മഞ്ഞുവീഴ്ചയിലും വേനൽക്കാലത്തെ മരവിപ്പിലും
മഞ്ഞ് കട്ടിയുള്ളതായി വളർന്നു. ഇതിപ്പോൾ ദ്വീപിൻ്റെ 4/5 ഭാഗവും മൂടുന്ന വലിയ പാളിയായി മാറുന്നത് വരെ. ഉപരിതലത്തിന് താഴെ ആഴത്തിൽ തുരന്ന മഞ്ഞുപാളികൾ ഭൂമിയുടെ കാലാവസ്ഥാ ചരിത്രത്തിൻ്റെ വിശദമായ ശേഖരണം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പുരാതന മഞ്ഞിൻ്റെ സിലിണ്ടറുകൾ വേർതിരിച്ചെടുത്തതിലൂടെ ശാസ്ത്രജ്ഞന്മാർക്ക് അടിസ്ഥാനപരമായി ഗ്രഹത്തിൻ്റെ ഡയറി വായിക്കാൻ കഴിയും. ഓരോ പാളിയും ഒരു കാലത്ത് വാർഷിക മഞ്ഞുവീഴ്ചയിലൂടെ ഉണ്ടായതാണ്. ഇത് കാലക്രമേണ കട്ടിയാവുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. മഞ്ഞിൽ കുടുങ്ങിയ ചെറിയ വായുകുമിളകൾ പുരാതന അന്തരീക്ഷത്തിൻ്റെ ടൈം ക്യാപ്സ്യൂളുകളായി വർത്തിക്കുന്നു. മുൻകാലങ്ങളിൽ നിന്നുള്ള ഹരിതഗ്രഹ വാതക അളവ് വെളിപ്പെടുത്തുന്നു. ഗ്രീൻലാൻഡിലെ ഐസ് കോറുകളിൽ നിന്ന് ഗവേഷകർ 12,000 വർഷങ്ങൾക്ക് മുമ്പുള്ള തണുപ്പ് അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള മധ്യകാല കാലാവസ്ഥ കാലഘട്ടത്തിലെ ചൂട് അടങ്ങിയ നാടകീയമായ കാലാവസ്ഥാ മാറ്റങ്ങൾ കണ്ടെത്തി. ഗ്രീൻലാൻഡിൽ കണ്ടെത്തിയ ഏറ്റവും പഴയ മഞ്ഞിന് ഏകദേശം 1 ദശലക്ഷം വർഷത്തോളം പഴക്കമുണ്ട്. ഇത് ചില ഭാഗങ്ങൾ ഒന്നിലധികം ചൂടുള്ള ചക്രങ്ങളിലൂടെ നിലനിന്നുവെന്ന് കാണിക്കുന്നു. എന്നിരുന്നാലും മഞ്ഞിനേക്കാൾ പഴക്കമുള്ളത് അതിനടിയിലുള്ളതിനാണ്. ചില പ്രദേശങ്ങളിൽ ഗ്രീൻലാൻഡിൻ്റെ ഉപരിതലം മഞ്ഞു മൂടാതെ ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള മരവിച്ച മണ്ണും സസ്യപദാർത്ഥങ്ങളും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. മഞ്ഞുപാളികളുടെ ചരിത്രം അതിജീവനത്തിൻ്റെയും ദുർബലതയുടെയും ഒന്നാണ്. ഇത് മുൻകാല ചൂടുള്ള കാലഘട്ടങ്ങളെ അതിജീവിച്ചു. എങ്കിലും ഒരിക്കൽ ഇത് ഏകദേശം അപ്രത്യക്ഷമായി പോയി. 1 മൈൽ മഞ്ഞിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ട സസ്യഭാഗങ്ങൾ, ചില്ലകൾ, ഇലകൾ എന്നിവ ഒരു പ്രധാന കണ്ടെത്തലിലൂടെ വെളിപ്പെട്ടു. പഴയ US ആർമി എസ്കോർ പ്രൊജക്റ്റിന് ലഭിച്ച ഈ ഫോസിലുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീൻലാൻഡിലെ മഞ്ഞുരുകി ഇന്ന് മഞ്ഞു മാത്രമുള്ള ഇടത്ത് ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഉയർന്നു വന്നു എന്നാണ്. പച്ചപ്പുള്ള ഗ്രീൻലാൻഡിൻ്റെ ഈ പുരാതന കാഴ്ച കാലാവസ്ഥാ വ്യതിയാനത്തോടുള്ള മഞ്ഞുപാളികളുടെ സംവേദനക്ഷമതയെ അടിവരയിടുന്നു. അതിനാൽ ഐസ് കോറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: ഗ്രീൻലാൻഡിലെ മഞ്ഞ് മുമ്പ് വന്നതും പോയതുമാണ്. ഇത് വീണ്ടും സംഭവിച്ചേക്കാം. മഞ്ഞ് വളരുമ്പോൾ അതിൻ്റെ താഴെ മറഞ്ഞിരിക്കുന്ന ഭൂപ്രകൃതികൾ എന്തൊക്കെയായിരുന്നു? ഇന്ന് ഈ മരവിച്ച ഭൂഖണ്ഡം എങ്ങനെയുണ്ട്? ഗ്രീൻലാൻഡ് ഭൂമിയിലെ മറ്റെവിടെയെങ്കിലും പോലെ വൈവിധ്യമാർന്ന ഒരു ഭൂപ്രകൃതി ഉൾക്കൊള്ളുന്നു. ഒരു മഞ്ഞു പുതപ്പിനടിയിൽ അതിൻ്റെ പ്രാരംഭാവസ്ഥയിൽ സംരക്ഷിക്കപ്പെട്ട ഒന്ന്. ആധുനിക റഡാറുകളും സാറ്റലൈറ്റ് ഇമേജിങ്ങുകളും ശാസ്ത്രജ്ഞരെ മണ്ണിനടിയിലേക്ക് നോക്കുവാൻ പ്രേരിപ്പിച്ചു. അവർ കണ്ടെത്തിയത് അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ദ്വീപിൻ്റെ വടക്കുഭാഗത്ത് മണ്ണിനടിയിലൂടെ ഒഴുകുന്ന ഒരു കൂറ്റൻ മറഞ്ഞിരിക്കുന്ന മലയിടുക്ക് ഗവേഷകർ കണ്ടെത്തി. ഈ സബ്ഗ്ലേഷ്യൻ മലയിടുക്ക് കുറഞ്ഞത് 466 മൈൽ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. 875 യാർഡ് വരെ താഴ്ചയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഇത് അരിസോണയിലെ ഗ്രാൻഡ് കാന്യോണിനോട് വലിപ്പത്തിൽ താരതമ്യപ്പെടുത്താവുന്നതാണ്. ഇത് ഐസേജ് കാലഘട്ടത്തിന് മുൻപ് ഒരു പുരാതന നദി കൊത്തിയെടുത്തതാകാൻ സാധ്യതയുണ്ട്. ഇത് നൂറ്റാണ്ടുകളായി മഞ്ഞിൻ്റെ അടിയിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. ഉപരിതലത്തിൽ നിന്നും പൂർണ്ണമായും അദൃശ്യമാണ്. റഡാറുകൾക്ക് നന്ദി. 1 മൈൽ മഞ്ഞിനടിയിൽ പൂർണ്ണമായ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ഉയർന്ന മതിലുകളിലൂടെ വെള്ളം എങ്ങനെ ഒഴുകിയിരിക്കുന്നുവെന്ന് നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ കഴിയും. ഇത് കണ്ടെത്തലിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഗ്രീൻലാൻഡിൻ്റെ അടിത്തറയിൽ മഞ്ഞില്ലാത്ത ഭൂമിയിലുള്ള പോലെ നാടകീയമായ പർവ്വതങ്ങളും താഴ്വരകളുമെല്ലാമുണ്ട്. ചില പർവ്വത ശിഖരങ്ങൾ ഏകദേശം മഞ്ഞിൽ തുളച്ചു കയറി മുകളിലേക്ക് വന്നിരിക്കുന്നു. അവയുടെ കൊടുമുടികൾ ഒറ്റപ്പെട്ട ന്യൂനാറ്റക്കായി കാണപ്പെടുന്നു. മഞ്ഞുപാളികൾക്ക് മുകളിൽ നീണ്ടു നിൽക്കുന്ന പാറക്കെട്ടുകൾക്ക് നാട്ടുകാർ നൽകിയിരിക്കുന്ന പേരാണിത്. മറ്റു പല നിരകളും മുകളിലെ മഞ്ഞിൻ്റെ ഭാരം കാരണം പൂർണ്ണമായും കുഴിച്ചു മൂടപ്പെട്ട നിലയിലാണ്. 2 ദശലക്ഷം ചതുരശ്ര മൈൽ മഞ്ഞിൻ്റെ ഭാരം ഭൂമിയുടെ മധ്യഭാഗത്തെ താഴേക്ക് അമർത്തിയിട്ടുമുണ്ട്. വാസ്തവത്തിൽ ഗ്രീൻലാൻഡിൻ്റെ അടിത്തറയുടെ ഭൂരിഭാഗവും ഇപ്പോൾ സമുദ്രനിരപ്പിന് താഴെയാണ്. കാരണം മഞ്ഞിൻ്റെ ഭാരം അതിനെ താഴേക്ക് തള്ളുകയും ദ്വീപിൻ്റെ മധ്യഭാഗം മറഞ്ഞിരിക്കുന്ന ഒരു തടം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് മഞ്ഞ് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ മാപ്പുകൾ അനുസരിച്ച് ഗ്രീൻലാൻഡ് ഒരു ദ്വീപ് സമൂഹമായി തന്നെ മാറും. ഇതിൻ്റെ തീരപ്രദേശത്തുള്ള പർവ്വതങ്ങളും ഉയർന്ന പ്രദേശങ്ങളും കടൽ വെള്ളം കയറാൻ സാധ്യതയുള്ള ഒരു കേന്ദ്ര താഴ്ന്ന പ്രദേശത്തിന് ചുറ്റിലുമുള്ള ദ്വീപുകളായി മാറും. മഞ്ഞിനടിയിൽ നിഗൂഢമായ വൃത്താകൃതിയുള്ള പാടുകളും ഭൂപ്രകൃതിയിൽ തന്നെ കാണാം. 2018 ദ്വീപിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് മഞ്ഞിനടിയിൽ 19 മൈൽ വ്യാസമുള്ള ഒരു ഉൽക്കാപതന ഗർത്തം കണ്ടെത്തിയതായി ഗവേഷകർ അറിയിച്ചു. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉൽക്കാപതനത്താൽ രൂപപ്പെട്ട ഈ ഗർത്തം ഇതിനെ മൂടിയ മഞ്ഞിന് നന്ദി പറഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവയ്ക്ക് പുറമെ ശാസ്ത്രജ്ഞർ 50-ലധികം സബ്ഗ്ലേഷ്യൻ തടാകങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്.
മഞ്ഞിൻ്റെ അടിഭാഗം ഉരുകി വെള്ളം ശേഖരിക്കപ്പെട്ട ഇടങ്ങളാണിവ. ഈ തടാകങ്ങളിൽ മിക്കതും താരതമ്യേന ചെറുതാണെങ്കിലും മരവിച്ച ഉപരിതലത്തിന് താഴെ ഇപ്പോഴും സംഭവിക്കുന്ന ചലനാത്മക പ്രക്രിയകളെ അവ വെളിപ്പെടുത്തുന്നു. റഡാർ ഉപയോഗിച്ച് കണ്ടെത്തിയ ഗ്രീൻലാൻഡിലെ ഏറ്റവും വലിയ സബ്ക്ലേഷ്യൻ തടാകം മഞ്ഞിന് ഏകദേശം 875 യാർഡ് താഴെയായി മൈലുകളോളം വ്യാപിച്ചു കിടക്കുന്നു. മഞ്ഞുപാളികളുടെ ഭാരത്തിൻ്റെയും ഭൂതാപത്തിൻ്റെയും സ്വാധീനത്താൽ ഈ ജലശേഖരങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അതിനാൽ ഗ്രീൻലാൻഡ് അനന്തമായ മരവിച്ച സമതലത്തിൽ നിന്നും വളരെ അകലെയാണെന്ന് വ്യക്തമാക്കുന്നു. പകരം ഇതൊരു ടൈം ക്യാപ്സ്യൂൾ പോലെ സംരക്ഷിക്കപ്പെടേണ്ട പരുക്കൻ പുരാതന ഭൂമിയാണ്. ഒരിക്കൽ നദികൾ ഇതിൻ്റെ മറഞ്ഞിരിക്കുന്ന ഭൂപ്രദേശത്തിലൂടെ ഒഴുകിയിരുന്നു. ഒരുപക്ഷെ ജീവനിവിടെ തഴച്ചു വളർന്നിരിക്കാം. എന്നാൽ ഇതൊരു ചോദ്യം ഉയർത്തുന്നു: ഈ മഞ്ഞിൻ്റെ സാമ്രാജ്യത്തിനുള്ളിലോ അതിനടിയിലോ ഏതെങ്കിലും ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമോ? കിലോമീറ്ററുകൾ കട്ടിയുള്ള മഞ്ഞുപാളികൾക്കിടയിൽ ജീവൻ നിലനിൽക്കില്ല എന്ന് കരുതുന്നത് എളുപ്പമാണ്. എന്നിരുന്നാലും ഇത്തരം കഠിനമായ സാഹചര്യങ്ങളിലും ജീവൻ അല്ലെങ്കിൽ ഭൂതകാല ജീവന്റെ അടയാളങ്ങൾ ഒരു വഴി കണ്ടെത്തുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. വടക്കു പടിഞ്ഞാറൻ ഗ്രീൻലാൻഡിലെ ക്യാമ്പ് സെഞ്ചുറിയിൽ മഞ്ഞിനടിയിൽ സംരക്ഷിക്കപ്പെട്ട സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ചു. ചില്ലകളും ഇലകളും മഞ്ഞിനടിയിൽ അവശിഷ്ടങ്ങളാൽ അതിശയിപ്പിക്കുന്ന രീതിയിൽ നല്ലതുപോലെ സംരക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇന്ന് ഉപരിതലത്തിന് താഴെ ആഴത്തിൽ കുഴിച്ചു മൂടപ്പെട്ട ഭൂമി ഒരു കാലത്ത് തുറന്നതും സസ്യങ്ങൾ നിറഞ്ഞതുമായിരുന്നു എന്ന കഥ അവർ പറയുന്നു. 10 ലക്ഷം വർഷത്തിലേറെ പഴക്കമുള്ള ഈ പുരാതന സസ്യങ്ങൾ ഗ്രീൻലാൻഡിൻ്റെ മറഞ്ഞിരിക്കുന്ന ലോകം ഒരു കാലത്ത് സജീവവും പച്ചപ്പുള്ളതുമായിരുന്നു എന്ന സൂചന നൽകുന്നു. മഞ്ഞുപാളി വികസിച്ചപ്പോൾ ഇത് ആവാസ വ്യവസ്ഥയെ അടക്കം ചെയ്തു. വിദൂര ഭൂതകാലത്തിൻ്റെ ഒരു നിമിഷം സ്വാഭാവിക ടൈം ക്യാപ്സ്യൂൾ പോലെ മരവിച്ചു. എന്നാൽ മഞ്ഞിനടിയിൽ പുരാതന ജീവനുകൾ മാത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുക. സൂര്യപ്രകാശമില്ലാത്ത ഈ ലോകത്ത് വസിച്ചിരിക്കുന്ന ജീവജാലങ്ങളുമുണ്ട്. മഞ്ഞുപാളിക്കുള്ളിലും താഴെയും സൂക്ഷ്മജീവികളെ കണ്ടെത്തിയിട്ടുമുണ്ട്. മഞ്ഞിൻ്റെ അടിത്തട്ടിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഹിമവാനികൾ പൊട്ടിച്ചെടുത്ത ധാതുക്കളും പോഷകങ്ങളും ഉപയോഗിച്ച് സൂക്ഷ്മജീവികൾ അതിജീവിക്കുന്നു. 10,000-കണക്കിന് വർഷങ്ങളോളമായി മരവിച്ച അവസ്ഥയിലിരുന്നിട്ടും ചില ബാക്ടീരിയകൾ ഇപ്പോഴും ജീവനോടെയുണ്ട്. സൂര്യപ്രകാശമില്ലായ്മ, കുറഞ്ഞ ഭക്ഷണം, ഉയർന്ന മർദ്ദം, 0 ഡിഗ്രിക്ക് താഴെയുള്ള താപനില എന്നിവയെ അവ അതിജീവിക്കുന്നു. പാറകളുമായും അവശിഷ്ടങ്ങളുമായുമുള്ള രാസപ്രവർത്തനങ്ങളിൽ നിന്നും ഊർജം നേടുന്ന കമോസിന്തസിസ് എന്ന മെറ്റാബോളിക് വിദ്യയിലൂടെ അവ നിലനിൽക്കുന്നു. ഇവ മൈലിലധികം ആഴത്തിൽ നിന്നുള്ള 1,20,000 വർഷത്തോളം പഴക്കമുള്ള മഞ്ഞ് സാമ്പിളുകൾ ഉരുകിയപ്പോൾ അതിസൂക്ഷ്മമായ ബാക്ടീരിയകൾ വീണ്ടും ജീവനിലേക്ക് വരുന്നത് ശാസ്ത്രജ്ഞന്മാർ കണ്ടു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഗ്രീൻലാൻഡിലെ മഞ്ഞ് അണുവിമുക്തമല്ല. അതിൻ്റേതായ കഠിനമായ ആവാസ വ്യവസ്ഥ അവിടെയുണ്ട്. അന്റാർട്ടിക്കയിലെ മഞ്ഞിനടിയിലുള്ള തടാകങ്ങളിലുള്ളതുപോലെ വലിയ ആവാസ വ്യവസ്ഥകൾ ഇവിടെയും ഉണ്ടാകുമോ? അന്റാർട്ടിക്കയിൽ നൂറ്റാണ്ടുകളായി ഒറ്റപ്പെട്ടു പോയ സൂക്ഷ്മജീവികളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിൽ അഗ്നിപർവ്വത ഗുഹകൾ ഇല്ലെങ്കിൽ ഭൂതാപന ഹോട്ട്സ്പോട്ടുകളുണ്ട്. അതിനാൽ ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള ചൂട് മഞ്ഞുരുകി വെള്ളമുണ്ടാകുന്ന ചില പ്രദേശങ്ങളിൽ ചെറിയ ആവാസ വ്യവസ്ഥകൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ നമ്മുടെ അറിവ് പൂർണ്ണമായും മഞ്ഞ് സാമ്പിളുകളിൽ നിന്നാണ്. ഈ സൂക്ഷ്മജീവികൾ ഭൂമിക്ക് അപ്പുറത്തുള്ള മരവിച്ച ലോകങ്ങളിലെ ജീവന്റെ സാധ്യതയെക്കുറിച്ച് പോലും സൂചന നൽകുന്നു. മഞ്ഞിനടിയിൽ അതിജീവിക്കുന്ന ഈ ചെറിയ ജീവരൂപങ്ങളെ പരിശോധിക്കുമ്പോൾ മറ്റൊരു യാഥാർത്ഥ്യവും വ്യക്തമാകുന്നു. മഞ്ഞ് നിശ്ചലമല്ല, അത് ചലിക്കുകയും ഉരുകുകയും ചെയ്യുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഗ്രഹത്തെ പുനർനിർമ്മിക്കുമ്പോൾ അതിനിടയിൽ മറഞ്ഞിരിക്കുന്ന ലോകം ക്രമേണ വെളിപ്പെടുന്നു. സമീപ ദശകങ്ങളിൽ ഗ്രീൻലാൻഡിൻ്റെ മരവിച്ച മുഖം വിള്ളാൻ തുടങ്ങിയിരിക്കുന്നു. ഓരോ വേനൽക്കാലത്തും അതിൻ്റെ മഞ്ഞുപാളിയുടെ ഒരു വലിയ ഭാഗം ഉരുകുന്നു. അത് താഴെയുള്ളവ വെളിപ്പെടുത്തുകയും ലോകത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ആഗോളതാപനം ഭൂമിയിലെ മറ്റെവിടേക്കാളും വേഗതയിൽ ആർട്ടിക്കിലെത്തി. ഗ്രീൻലാൻഡിലെ ശരാശരി താപനില ഉയരുകയാണ്. 2012-ലും 2019-ലും മഞ്ഞുപാളികളുടെ ഏറ്റവും മുകളിൽ പോലും വെള്ളം ഉരുകുന്നത് സാറ്റലൈറ്റുകൾ കണ്ടെത്തി. പിന്നീട് 2021-ൽ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ മഴ പെയ്യുന്നത് അഭൂതപൂർവമായ സംഭവമായിരുന്നു. ദ്വീപിന് ചുറ്റിലുമുള്ള ഹിമവാനികൾ കടലിലേക്ക് വലിയ ഐസ്ബെർഗുകളെ പുറന്തള്ളുന്നു. ഗ്രീൻലാൻഡ് നിലവിൽ പ്രതിവർഷം 250 മുതൽ 300 ബില്യൺ ടൺ വരെ മഞ്ഞ് നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ റിപ്പോർട്ട് ചെയ്യുന്നത്. മഞ്ഞുരുകുമ്പോൾ അതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന പുരാതന മണ്ണും പാറയും ക്രമേണ പുറത്തു വരുന്നു. ഗ്രീൻലാൻഡിലെ മഞ്ഞുരുകുന്നത് ഇപ്പോൾ ആഗോള സമുദ്രനിരപ്പ് ഉയരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ഓരോ വർഷവും ഇത് സമുദ്രനിരപ്പ് ഏകദേശം 1 മില്ലിമീറ്റർ ഉയർത്തുന്നു. ഇത് ചെറുതായി തോന്നാം,
പക്ഷേ വർഷം തോറും ഇത് കുമിഞ്ഞുകൂടുന്നു. ഗ്രീൻലാൻഡിലെ മഞ്ഞ് മുഴുവനായി ഉരുകിക്കഴിഞ്ഞാൽ സമുദ്രനിരപ്പ് ഏകദേശം 24 അടി വരെ ഉയരും. ഇത് തീരപ്രദേശ നഗരങ്ങളെയും താഴ്ന്ന രാജ്യങ്ങളെയും വെള്ളത്തിനടിയിലാക്കും. മഞ്ഞ് പിൻവാങ്ങിക്കഴിയുമ്പോൾ അതിനടിയിലുള്ള സാമ്പത്തിക അവസരങ്ങളെക്കുറിച്ച് പുതിയ താൽപ്പര്യങ്ങൾ ഉണരുന്നു. ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ആവശ്യമായ അപൂർവ മൂലകങ്ങളുടെ വലിയ ശേഖരം ഇവിടെയുണ്ട്. സ്വർണം, യുറേനിയം, രത്നങ്ങൾ എന്നിവയും ഇവിടെയുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. മഞ്ഞുരുകുന്നത് ഖനനം എളുപ്പമാക്കിയേക്കാം. കടലിനടിയിൽ എണ്ണയും പ്രകൃതിവാതകവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും പരിസ്ഥിതി സംരക്ഷണം കണക്കിലെടുത്ത് 2021 പുതിയ എണ്ണ പരിവേഷണം നിർത്തുവാൻ ഗ്രീൻലാൻഡ് സർക്കാർ തീരുമാനിച്ചു. ഗ്രീൻലാൻഡിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും വൻശക്തികളെ ആകർഷിക്കുന്നു. ശീതയുദ്ധ സമയത്ത് US ഇവിടെ സൈനിക താവളങ്ങൾ നിർമ്മിച്ചിരുന്നു. 2019 ഗ്രീൻലാൻഡ് വാങ്ങാൻ തന്നെ US താൽപ്പര്യം പ്രകടിപ്പിച്ചത് വാർത്തയായിരുന്നു. ചൈനയും ഇവിടെ നിക്ഷേപങ്ങൾ നടത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. മഞ്ഞു കുറയുന്നതോടെ ആർട്ടിക്കിലൂടെ പുതിയ കപ്പൽ ചാലുകൾ രൂപപ്പെടാം. ഇതെല്ലാം ഗ്രീൻലാൻഡിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന് കീഴിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമാണ്. എങ്കിലും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നേടാൻ പല ഗ്രീൻലാൻഡ് നിവാസികളും ആഗ്രഹിക്കുന്നു. സ്വന്തം വിഭവങ്ങളും ഭൂമിയും പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഒരു പരമാധികാര രാഷ്ട്രമായി അവർ തങ്ങളെ സങ്കല്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തോടുള്ള നിലപാടിൽ ഗ്രീൻലാൻഡ് ഇതിനോടകം തന്നെ മാതൃക കാണിച്ചിട്ടുണ്ട്. വരും ദശകങ്ങളിൽ ഗ്രീൻലാൻഡ് കൂടുതൽ പച്ചപ്പുള്ളതും ലോകവുമായി കൂടുതൽ ബന്ധപ്പെട്ടതുമായ ഒരു ഭൂമിയായി മാറും. എങ്കിലും ആർട്ടിക്കിൻ്റെ സ്പിരിറ്റ് അവിടെ എപ്പോഴും നിലനിൽക്കും. ഗ്രീൻലാൻഡ് ഇന്ന് കേവലം ശാസ്ത്രീയ കൗതുകങ്ങളുടെ മാത്രം കേന്ദ്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും സമരഭൂമി കൂടിയാണ്. 2026 നാം നിൽക്കുമ്പോൾ ട്രംപ് ഭരണകൂടത്തിൻ്റെ പുതിയ അവകാശവാദങ്ങളും അത് സൃഷ്ടിച്ച അന്താരാഷ്ട്ര സാമ്പത്തിക പ്രതിസന്ധികളും തെളിയിക്കുന്നത് ഈ മഞ്ഞുദ്വീപ് വരുംകാലത്ത് ലോകത്തിൻ്റെ നിയന്ത്രണ രേഖയായി മാറും എന്ന് തന്നെയാണ്. മഞ്ഞിനടിയിലെ അപൂർവ ധാതുക്കളും പുതിയ കപ്പൽപാതകളും വൻശക്തികളെ ഇവിടേക്ക് ആകർഷിക്കുമ്പോഴും ഗ്രീൻലാൻഡ് നിവാസികൾ തങ്ങളുടെ പരമാധികാരത്തിനും പരിസ്ഥിതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. കാലാവസ്ഥാ വ്യതിയാനം ഓരോ നിമിഷവും ഗ്രീൻലാൻഡിൻ്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞുരുകി പുതിയ ഭൂപ്രദേശങ്ങൾ തെളിയുമ്പോൾ അത് പുതിയൊരു പച്ച ഗ്രീൻലാൻഡിൻ്റെ ഉദയമാണോ അതോ ആഗോള പ്രളയത്തിൻ്റെ തുടക്കമാണോ എന്ന ചോദ്യം ബാക്കിയാണ്. മഞ്ഞിനടിയിലെ കൂറ്റൻ മലയിടുക്കുകളും പുരാതന ജീവജാലങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഭൂമി നിശ്ചലമല്ല, അത് നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഗ്രീൻലാൻഡിൻ്റെ ഭാവിയെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ഭൂമിയുടെ തന്നെ നിലനിൽപ്പ്. മരവിച്ച ഈ സാമ്രാജ്യം ഉരുകിത്തീരുമ്പോൾ വെളിപ്പെടുന്നത് കേവലം മണ്ണല്ല, മറിച്ച് മനുഷ്യരാശിയുടെ വിവേകത്തിൻ്റെ പരീക്ഷണം കൂടിയാണ്. ഗ്രീൻലാൻഡിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.